ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. സിവിക്സിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഇ ഗവേണൻസ് എന്ന മേഖലയാണ്. ഇ ഗവേണൻസ് നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന്, എന്താണ് ഇ ഗവേണൻസ്, ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുതകൾ. രണ്ടാം ഭാഗം, ഇ ഗവേണൻസ് ഇന്ത്യയിൽ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത്, അതിന്റെ ചരിത്രം. 3, ഇ ഗവേണൻസ് കേരളത്തിൽ. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. ആദ്യം നമുക്ക് എന്താണ് ഇ ഗവേണൻസ് എന്ന് മനസ്സിലാക്കാം. ഇ ഗവേണൻസ് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ICT. ICT എന്നാൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നാണ്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഏറ്റവും സിമ്പിളായ രീതിയിൽ എന്താണ് ICT എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ FM റേഡിയോ കാണും, വളരെ ചെറിയ FM റേഡിയോ. ആ FM റേഡിയോ മുതൽ ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും വലിയ ഉപഗ്രഹം വരെയുള്ള എല്ലാ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ ICT എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇലക്ട്രോണിക് ഡേറ്റ, ഇലക്ട്രോണിക് നെറ്റ്വർക്ക്, ഇലക്ട്രോണിക് എക്യുപ്മെന്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ICTയുടെ ഭാഗമാണ്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഭാഗമാണ് ICT. ഓക്കെ, ഈ ICT നമ്മുടെ ഗവൺമെന്റിന്റെ ഭരണത്തിൽ ഉപയോഗപ്പെടുത്തുന്നു. ഗവൺമെന്റ് ഭരണം അറിയപ്പെടുന്നത് പൊതുഭരണം എന്നാണ്. പൊതുഭരണം അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതെന്താണെന്നാണ് ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ICT ഉപയോഗപ്പെടുത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇ ഗവേണൻസ്. ഞാൻ ഒന്നുകൂടി പറയുന്നു, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ ഗവൺമെന്റ് ഭരണത്തിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നതിനെ പറയുന്ന പേരാണ് ഇ ഗവേണൻസ്. അതായത് നമ്മുടെ നാട്ടിൽ ഒരു ഗവൺമെന്റ് ഓഫീസ് ഉണ്ട്. ആ ഗവൺമെന്റ് ഓഫീസിന്റെ പ്രവർത്തനം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ അതിനെ ഇ ഗവേണൻസ് എന്ന് പറയാം. ഇനി എന്താണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് മറന്നുപോകരുത്. വളരെ സിമ്പിളായി പഠിക്കുക. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ FM റേഡിയോ മുതൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ബഹിരാകാശ ദൗത്യം വരെയുള്ള ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ശരി. ഇനി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ്. ICT എന്നാൽ എന്താണ്? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഓർ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഭരണ നിർവഹണമാണ് ഈ ഭരണം എന്ന് അറിയപ്പെടുന്നത്, ഈ ഗവേണൻസ്. ക്ലിയർ ആണ്? ഇനി ഈ ഗവേണൻസ് നടപ്പിലാക്കുന്നതിലൂടെ സ്മാർട്ട് ഭരണം ഉറപ്പാക്കുക എന്നാണ് സർക്കാരിന്റെ ലക്ഷ്യം. അപ്പൊ ഞാനിവിടെ എഴുതുന്നു, ഈ ഗവേണൻസിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് എന്ത് ഭരണമാണ്? സ്മാർട്ട് ഭരണം. എന്ത് ഭരണമാണ്? സ്മാർട്ട് ഭരണം. അപ്പൊ ഈ സ്മാർട്ടിലെ ഓരോ ലെറ്ററിന് ഓരോ അർത്ഥമുണ്ട്. ആദ്യം എസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്നാണ്, വളരെ ലളിതമാണ്. ഒരു എക്സാമ്പിൾ പറയട്ടെ. നമ്മൾ ഇപ്പോൾ PSCക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായാലും LDC പരീക്ഷയ്ക്കായാലും ഏതിനായിക്കോട്ടെ, ആ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക എന്ന പ്രോസസ്സ് ഇപ്പോൾ വളരെ സിമ്പിൾ ആണോ? അല്ലയോ? ആണല്ലോ. വെറും 30 സെക്കൻഡ് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ PSCയുടെ ഭരണരംഗം, PSCയുടെ പ്രവർത്തനം ഇപ്പോൾ ഓൺലൈൻ വഴിയായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയാൽ ഗവൺമെന്റിന്റെ ഭരണം എന്തായി മാറും? സിമ്പിൾ ആയിട്ട് മാറും. എന്നാൽ ഈ ഓൺലൈൻ സംവിധാനം ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആപ്ലിക്കേഷൻ ഫോം വാങ്ങി അത് ഫില്ല് ചെയ്ത് PSC ഓഫീസിൽ എത്തുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ കൃത്യസമയത്ത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇന്ന ദിവസമാണെന്ന് കൊടുത്തിരിക്കുമ്പോൾ ആ തീയതിക്ക് മുമ്പ് ആപ്ലിക്കേഷൻ അവിടെ കിട്ടണം. അപ്പോൾ നമ്മൾ അതിന് മുമ്പേ ചിലപ്പം പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. എന്നാണോ അവസാന തീയതി, അവസാനിക്കുന്ന സമയം, അതിന് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും അപ്ലൈ ചെയ്താൽ പോലും നമ്മുടെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യപ്പെടും. അത്രയും സിമ്പിൾ ആയിട്ട് ഗവൺമെന്റിന്റെ ഭരണം മാറി. അപ്പോൾ S എന്ന് പറഞ്ഞാൽ സിമ്പിൾ. ക്ലാരിറ്റി വന്നേ. നെക്സ്റ്റ് M എന്ന് പറഞ്ഞാൽ മോറലാണ്. മോറൽ എന്ന് പറഞ്ഞാൽ ധാർമ്മിക മൂല്യങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് മോറൽ. എന്താണ് ധാർമ്മിക മൂല്യം എന്ന് പറയുന്നത്? അതായത് ഗവൺമെന്റിന്റെ ഭരണത്തിൽ ഒരു ധാർമ്മികത, ഒരു എത്തിക്സ് ഉണ്ടാവും. അതിന് വിരുദ്ധമായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. എക്സാമ്പിൾ, PSC പരീക്ഷയ്ക്ക് നിങ്ങൾ ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്തത്. അവർക്ക് ഒരിക്കലും നിങ്ങളുടെ അപേക്ഷ അവിടെ ലഭിച്ചിട്ടില്ല എന്ന് മറുപടി തരാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? നമ്മളുടെ പ്രൊഫൈലിൽ നമ്മൾ അയച്ച സമയം,
നമ്മൾ അയച്ച തീയതി ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ അപേക്ഷ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അധാർമികമായി നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയാൻ PSCക്ക് കഴിയില്ല. ഒരു ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടി വില്ലേജ് ഓഫീസിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രം വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തെന്ന് വെച്ചു, അതിന്മേൽ ഉറപ്പായിട്ടും ഒരു ആക്ഷൻ വില്ലേജ് ഓഫീസിൽ നിന്ന് എടുത്തിരിക്കണം. അപ്പോൾ ഒരു ധാർമ്മികത ഉറപ്പാക്കാൻ ഈ ഗവേണൻസിന് കഴിയുന്നു. അതാണ് മോറൽ. അപ്പൊ എസ് എന്താണ്? എസ് സിമ്പിൾ, എം മോറൽ, അടുത്തത് എ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിൾ എന്നാണ്. ഉത്തരവാദിത്വമുള്ള ഭരണ സംവിധാനമായി ഗവൺമെന്റ് ഭരണം മാറും. എന്ന് പറഞ്ഞാൽ റെസ്പോൺസീവ് എന്നാണ്. റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സ്പീഡപ്പ് ആവും. സ്പീഡപ്പ് ആവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ KSEBയിൽ ബില്ല് അടയ്ക്കുന്നു. റെസ്പോൺസീവ് എന്ന് പറയാൻ കാരണം ഇപ്പൊ നമ്മൾ ഓൺലൈൻ വഴി നമ്മുടെ GPayയോ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ചായിരിക്കും നമ്മൾ പേ ചെയ്യുന്നത്. അപ്പോൾ വളരെ വേഗതയിൽ തന്നെ ആ പ്രോസസ്സ് നടക്കുകയും ചെയ്യുന്നു. അതാണ് ഈ റെസ്പോൺസീവ് എന്ന് പറയുന്നത്. അതായത് വേഗത. T എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറന്റ് ആണ്. ട്രാൻസ്പെറന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുതാര്യമായിരിക്കും. അതായത് അഴിമതി മുക്തമാക്കാൻ ഈ ഗവേണൻസിന് കഴിയുന്നു ഗവൺമെന്റ് ഭരണത്തെ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് സ്മാർട്ട് എന്ന വാക്കിലെ M സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്, A സൂചിപ്പിക്കുന്നത് എന്താണ്, അങ്ങനെ ചോദിക്കാം കേട്ടോ. അതുകൊണ്ട് ഉറപ്പായിട്ട് പഠിക്കുക. സ്മാർട്ട് ഗവേണൻസ് മീൻസ് വ്യക്തമായി മനസ്സിരുത്തി പഠിക്കുക. സിമ്പിൾ ഗവേണൻസ്, മോറൽ ഗവേണൻസ്, അക്കൗണ്ടബിൾ ഗവേണൻസ്, റെസ്പോൺസീവ് ഗവേണൻസ്, ട്രാൻസ്പെറന്റ് ഗവേണൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം ജസ്റ്റ് ഓർത്തോ. S സിമ്പിൾ, M മോറൽ, A അക്കൗണ്ടബിൾ, R റെസ്പോൺസീവ് പ്രതികരണാത്മകം, T ട്രാൻസ്പെറന്റ്. ഇനി 5 പില്ലേഴ്സ് സപ്പോർട്ടിംഗ് ഈ ഗവേണൻസ്. ഈ ഗവേണൻസിനെ തുണയ്ക്കുന്ന 5 പ്രധാന തൂണുകൾ. ഇത് +2 ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. NCERT ഹയർ സെക്കൻഡറി പാഠപുസ്തകത്തിൽ കമ്പ്യൂട്ടർ സയൻസിലെ 8ാമത്തെ അധ്യായം IT ആൻഡ് സൊസൈറ്റി. ഈ IT ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ആ മേഖലയിലാണ് നമുക്കിത് പഠിക്കാനുള്ളത്. അതിൽ പറയുന്നു 5 പില്ലർ. ഈ ഗവേണൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന 5 പില്ലർ 5C എന്നറിയപ്പെടും. പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. 5C. അതിൽ ഒന്നാമത്തെ C എന്താണ്? ഒന്നാമത്തെ C കമ്പ്യൂട്ടർ. നമുക്കറിയാലോടെ, ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കല്ലേ. ഞാൻ ഈ പറയുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഈ ഗവേണൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന 5 പില്ലറുകൾ എന്തൊക്കെയാണ്? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. നിങ്ങൾക്ക് ഓൺലൈൻ വഴി PSCക്ക് അപ്ലൈ ചെയ്യണം. ഇങ്ങനെ തന്നെ പഠിക്കുക. ഓൺലൈൻ വഴി PSCക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട 5C എന്തൊക്കെയാണ്? ഫസ്റ്റ്, കമ്പ്യൂട്ടർ വേണ്ടേ, എങ്കിലല്ലേ പറ്റുള്ളൂ. മൊബൈൽ വഴി പറ്റും, അത് കമ്പ്യൂട്ടറിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു ഡിവൈസ് ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, കമ്പ്യൂട്ടർ വേണം. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. 2, ആ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് കണക്ഷൻ വേണം. അപ്പൊ രണ്ടാമത് വേണ്ടത് കണക്ടിവിറ്റി. എന്താണ്? കണക്ടിവിറ്റി. പിന്നെ 3ാമത് വേണ്ടത് കോണ്ടന്റ് ആണ്. എന്താണ് കോണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് PSC പരീക്ഷയ്ക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. പക്ഷേ PSCക്ക് സ്വന്തമായിട്ട് എന്ത് വേണം? വെബ്സൈറ്റും വേണം. ഓൺലൈൻ വഴി അപേക്ഷ സ്വീകരിക്കാനുള്ള കണ്ടന്റ് അതിനകത്ത് വേണം. അതിനെയാണ് ഈ കോണ്ടന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, KSEBയിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബില്ലടയ്ക്കണം. ഈ കോണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? KSEBക്ക് ഓൺലൈൻ സംവിധാനം വേണം, എങ്കിലേ നിങ്ങൾക്ക് ബില്ലടയ്ക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആവശ്യമായ കണ്ടന്റ് ഉറപ്പായിട്ടും അതിനകത്ത് ഉണ്ടാവണം. നെക്സ്റ്റ്, കൺസ്യൂമർ. അതായത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാവുന്ന കൺസ്യൂമർ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഒരു ഉപയോഗം ഇല്ല. വീട്ടിൽ കമ്പ്യൂട്ടറും ഉണ്ട്, ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ട്, അതിനകത്ത് ആവശ്യമായ കോണ്ടന്റും ഉണ്ട്. പക്ഷെ നമുക്കിത് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ, എങ്കിൽ ഇതുകൊണ്ട് ഒരു ഉപയോഗം ഇല്ല. അപ്പൊ 4ാമത്തെ C എന്ന് ചോദിച്ചാൽ അത് കൺസ്യൂമർ ആണ്. ഏറ്റവും അവസാനത്തെ C ബിൽഡിംഗ് കോൺഫിഡൻസ്. അതായത് കോൺഫിഡൻസ് വേണം. ഇതിന് ഈ ഗവേണൻസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓൺലൈൻ സൗകര്യം ഉപയോഗപ്പെടുത്താൻ നമുക്ക് എന്ത് വേണം? കോൺഫിഡൻസ് വേണം. ഇതിനെയാണ് 5C എന്ന് പറയുന്നത്. കാണാപ്പാഠം പഠിക്കല്ലേ, എങ്കിൽ മറന്നു പോകും. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാവുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, ഈ ഗവേണൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന 5 പില്ലറുകൾ എന്തൊക്കെ? നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോളുക. ഓൺലൈൻ വഴി നിങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് കിട്ടണം. ക്ലിയർ ആയിട്ട് മനസ്സിലായേ? എങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട 5 ഘടകങ്ങൾ എന്താണ്? അതിനെ 5C എന്നറിയപ്പെടും. 1, ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ ഒരു കമ്പ്യൂട്ടർ വേണം. പഠിച്ചേ. ആ കമ്പ്യൂട്ടറിൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കണമെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ വേണം, കണക്ടിവിറ്റി. പഠിച്ചേ. 3ാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉണ്ട്, പക്ഷേ വില്ലേജ് ഓഫീസിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി റവന്യൂവിന് അങ്ങനെ ഒരു ഓൺലൈൻ സംവിധാനം ഇല്ല, റവന്യൂവിന് അങ്ങനെ ഒരു കോണ്ടന്റ് ഇല്ല, എങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ 3ാമത് വേണ്ടത് കോണ്ടന്റ് ആണ്. 4ാമത് വേണ്ടത് ഇത് ഉപയോഗിക്കാൻ അറിയാവുന്ന കൺസ്യൂമർ ആണ്, കൺസ്യൂമർ. 5ാമത് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കൺസ്യൂമറിന്റെ കോൺഫിഡൻസ് ആണ്. ഇതിനെയാണ് ഈ ഗവേണൻസിനെ പിന്തുണയ്ക്കുന്ന 5C എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? നെക്സ്റ്റ്,
ഈ ഭരണത്തിലെ വിവിധ തരം വ്യവഹാരങ്ങൾ, അതായത് ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ് എന്നറിയപ്പെടും. പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണേ, ഈ വാക്ക് ശ്രദ്ധിക്കണേ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഗ്രിയിൽ പരീക്ഷയ്ക്ക് പോകണ ഒരു വാക്ക് ശ്രദ്ധിക്കുക, ഇന്ററാക്ഷൻ. ഇന്ററാക്ഷൻ ക്ലിയർ ആണ്? അപ്പൊ എന്താണ് ഈ വിവിധ വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഗവേണൻസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഉറപ്പായിട്ടും അവിടെ ഗവൺമെന്റ് വരും. അതായത് വിത്തൗട്ട് ഗവൺമെന്റ് അവിടെ ഈ ഗവേണൻസ് ഇല്ല. അതായത് ഞാൻ ആദ്യമേ പഠിപ്പിക്കുന്നതാണ് ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ICT എവിടെ ഉപയോഗപ്പെടുത്തണം? ഗവൺമെന്റിന്റെ ഭരണത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിനെ പറയുന്ന പേരാണ് ഈ ഗവേണൻസ്. അപ്പൊ ഗവൺമെന്റ് ഇല്ലാതെ ഈ ഗവേണൻസ് ഇല്ല. ICTയും വേണം, ഗവൺമെന്റും വേണം. ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ്, പക്ഷെ അവിടെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇല്ല എങ്കിൽ ഈ ഗവേണൻസ് അല്ല. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നു, പക്ഷെ അത് പ്രൈവറ്റ് സ്ഥാപനമാണ്, എങ്കിലും ഈ ഗവേണൻസ് അല്ല. ക്ലിയർ ആണ്? അപ്പൊ ഇത് രണ്ടും വന്നാൽ ഈ ഗവേണൻസ് ആവും. അപ്പോ ഈ ഗവേണൻസിന്റെ വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റുമായിട്ടുള്ള ബന്ധമാണ്. ശരി, അപ്പം ഗവൺമെന്റും ആരൊക്കെ തമ്മിലാണ് ഈ ഗവേണൻസിലൂടെ വ്യവഹാരം നടത്തുന്നത് അല്ലെങ്കിൽ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആണ്, ഇങ്ങനെ പഠിക്കുക. ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഗവൺമെന്റ് ടു സിറ്റിസൺ, ഗവൺമെന്റ് ടു ബിസിനസ്, ഗവൺമെന്റ് ടു എംപ്ലോയീസ്. ഇങ്ങനെ 4 ടൈപ്പ് ഇന്ററാക്ഷനേ ഉള്ളൂ. ഞാൻ 2 തവണ പറയുമ്പോൾ ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം പറഞ്ഞു പഠിക്കും, എങ്കിലേ ക്ലിയർ ആവുള്ളേ. ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഗവൺമെന്റ് ടു സിറ്റിസൺ, ഗവൺമെന്റ് ടു ബിസിനസ്, ഗവൺമെന്റ് ടു എംപ്ലോയീസ്. ഒന്നുകൂടി ശ്രദ്ധിച്ചോ. ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഗവൺമെന്റ് ടു സിറ്റിസൺ, ഗവൺമെന്റ് ടു ബിസിനസ്, ഗവൺമെന്റ് ടു എംപ്ലോയീസ്. ക്ലിയർ ആണേ? അപ്പം എത്ര ടൈപ്പ് ഇന്ററാക്ഷൻ? ഉറപ്പിച്ച് പഠിക്കുക. 4 ടൈപ്പ്. എത്ര ടൈപ്പ് ഇന്ററാക്ഷൻ? 4 ടൈപ്പ്. എത്ര ടൈപ്പ് ഇന്ററാക്ഷൻ? 4 ടൈപ്പ്. G2G, G2C, G2B, G2E. അപ്പൊ ആദ്യം വരുന്നത് ഗവൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. ഒന്ന്, എന്താണ് ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് ശ്രദ്ധിക്കും. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് 25 LDCയുടെ വേക്കൻസി കേരള PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്തു ത്രൂ ഓൺലൈൻ. ക്ലിയർ ആണേ? അപ്പം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ്, PSC ഗവൺമെന്റ്. ഇവിടെ ഗവൺമെന്റ് ഇന്ററാക്ഷൻ എന്തിനു വേണ്ടിയാണ്? 2 ഗവൺമെന്റ് ഏജൻസികൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ഒന്നാമത്തെ എക്സാമ്പിൾ. 2, നിങ്ങൾ ഒരു വാഹനം വാങ്ങി അത് രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്യുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലാണ്, MVD. പക്ഷേ നിങ്ങൾ നോ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ പോലീസുകാർ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് പെറ്റി അയക്കാറുണ്ട്. പക്ഷെ വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് MVDയിൽ. ഇപ്പൊ നിങ്ങളെ വണ്ടി നമ്പർ എടുത്ത് നിങ്ങൾക്ക് പെറ്റി അയച്ചത് പോലീസാണ്. അവിടെ എന്ത് ചെയ്യുന്നു? MVDയിലുള്ള, അതായത് ഒരു ഗവൺമെന്റ് ഏജൻസിയിലുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ മറ്റൊരു വിങ് ഉപയോഗപ്പെടുത്തുന്നു. അവിടെ ഇന്ററാക്ഷൻ നടത്തുന്നത് ഗവൺമെന്റും. ക്ലിയർ ആണ്? ഇനി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം, UAIDI, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും 12 അക്ക UID നമ്പർ കൊടുക്കുന്നു, ആധാർ നമ്പർ. ആ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിന് നമ്മളുമായി കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ആ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ വസ്തുവിന്റെ രേഖകൾ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു കോമൺ ഡേറ്റ പല ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കും. ഇങ്ങനെയുള്ള അവസരത്തിലുള്ള ഇന്ററാക്ഷനെ പറയുന്നതാണ് ഗവൺമെന്റ് ടു ഗവൺമെന്റ്. അതായത് 2 ഗവൺമെന്റ് ഏജൻസികൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു ഏജൻസിയുടെ വിവരങ്ങൾ മറ്റൊരു ഏജൻസിക്ക് ഉപയോഗപ്പെടുത്താൻ, ഗവൺമെന്റിന്റെ പൊതുവിവരങ്ങൾ പല വിഭാഗത്തിനും ഉപയോഗപ്പെടുത്താൻ. അതാണ് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇതെല്ലാം ഓൺലൈൻ വഴിയായിരിക്കണം. 2, ഗവൺമെന്റ് ടു സിറ്റിസൺ. ഗവൺമെന്റ് ടു സിറ്റിസൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. നിങ്ങൾ ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓൺലൈൻ വഴി വില്ലേജ് ഓഫീസിൽ അപ്ലൈ ചെയ്യുന്നു. വില്ലേജ് ഓഫീസ് ഗവൺമെന്റ്, അപ്ലൈ ചെയ്യുന്ന നിങ്ങൾ സിറ്റിസൺ ആണ്. ഗവൺമെന്റ് ടു സിറ്റിസൺ. ഇതിലൂടെ എന്ത് നടപ്പിലാവുന്നു? വളരെ വേഗത്തിൽ സ്മാർട്ടായിട്ട് ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിൽ എത്തുമ്പോൾ ജനസൗഹാർദ്ദമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ ഈ ഗവേണൻസിന് കഴിയുന്നു. ജനസൗഹാർദ്ദമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ ഈ ഗവേണൻസിന് കഴിയുന്നു ത്രൂ G2C. അടുത്തത് G2B. G2B എന്ന് പറഞ്ഞാൽ ഗവൺമെന്റും ബിസിനസ്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് ഒരു ലൈസൻസ് ആണ്. ആ ലൈസൻസിന് പോലും ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ത് വഴിയാണ്? ഓൺലൈൻ വഴി. അപ്പോൾ ഓൺലൈൻ വഴി നിങ്ങൾ ഒരു വ്യാപാരം ആരംഭിക്കുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്താൽ നിങ്ങൾ ബിസിനസ്സുകാരനാണ്. അതാണ് B. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഗവൺമെന്റിലേക്കാണ്, G. അപ്പൊ ഗവൺമെന്റ് ടു ബിസിനസ് ഇന്ററാക്ഷൻ കൊണ്ട് ഉണ്ടായ നേട്ടങ്ങൾ: ഒന്ന്, ബിസിനസ്സും ഗവൺമെന്റുമായിട്ടുള്ള ബന്ധങ്ങളെ തുടർന്നുണ്ടാകുന്ന അഴിമതികൾ ഇല്ലാതായി. അതുപോലെ തന്നെ അനാവശ്യമായ കാലതാമസങ്ങൾ ഒഴിവായി. പണ്ട് കൈക്കൂലിയൊക്കെ ആയിരുന്നു. കുറച്ചുകൂടെ സുതാര്യത ഉറപ്പുവരുത്താൻ കഴിയുന്നു ഗവൺമെന്റ് ബിസിനസ്സുമായിട്ടുള്ള ബന്ധങ്ങൾക്ക്. അടുത്തത് ഗവൺമെന്റ് എംപ്ലോയീസ്. ഗവൺമെന്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ സർക്കാർ ജീവനക്കാരും ഗവൺമെന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ത്രൂ ഓൺലൈൻ. അതിനെയാണ് ഗവൺമെന്റ് ടു
എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ 4 ടൈപ്പ് ഇന്ററാക്ഷൻ ആണുള്ളത്. എത്ര ഇന്ററാക്ഷൻ? 4 ടൈപ്പ് ഇന്ററാക്ഷൻ. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കേ. അപ്പൊ നമുക്ക് നോക്കാം. ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇന്ററാക്ഷൻ. സർക്കാർ സംവിധാനത്തിലുള്ള ഏജൻസികൾ, വകുപ്പുകൾ, സംഘടനകൾ എന്നിവയുടെ ഇടയിലുള്ള ഇലക്ട്രോണിക് ഡേറ്റകളുടെ വിവരങ്ങളുടെ പങ്കുവയ്ക്കലാണ് G2G. ഒന്നുകൂടി ശ്രദ്ധിക്കുക. സർക്കാർ സംവിധാനത്തിലുള്ള ഏജൻസികൾ, വകുപ്പുകൾ, സംഘടനകൾ എന്നിവയുടെ ഇടയിലുള്ള ഇലക്ട്രോണിക് ഡേറ്റകളുടെ വിവരങ്ങളുടെ പങ്കുവയ്ക്കലാണ് G2G. ആശയവിനിമയം, ഡേറ്റയുടെ ഉപയോഗം, ഡേറ്റ പങ്കുവയ്ക്കൽ. ആശയവിനിമയം, ഡേറ്റയുടെ ഉപയോഗം, ഡേറ്റ പങ്കുവയ്ക്കൽ എന്നിവ മെച്ചപ്പെടുത്തി ഈ ഭരണ സംരംഭങ്ങളെ പിന്തുണയ്ക്കുക എന്നതാണ് G2Gയുടെ ലക്ഷ്യം. ഗവൺമെന്റ് ടു സിറ്റിസൺ. സർക്കാരിനും പൗരന്മാർക്കും ഇടയിൽ ഒരു സൗഹൃദ വലയം ഒരുക്കുക എന്നതാണ് G2Cയുടെ പ്രധാന ഉദ്ദേശം. ഇത് സർക്കാരിനും പൗരന്മാർക്കും ഇടയിൽ സമ്പർക്കം സാധ്യമാക്കുന്നു. പൊതുസേവനങ്ങളുടെ ലഭ്യതയും ഉപയോഗക്ഷമതയും ഇത് വർദ്ധിപ്പിക്കുന്നു. സേവനങ്ങളുടെ ഗുണനിലവാരവും ഇത് ഉയർത്തുന്നു. ഗവൺമെന്റ് ടു സിറ്റിസൺ. ഗവൺമെന്റ് ബിസിനസ്. ഇത് വ്യാപാര സമൂഹത്തിന് സർക്കാരുമായി സംവദിക്കാനുള്ള അവസരം ഒരുക്കുന്നു. G2Bയുടെ ഉപയോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. G2Bയുടെ ഉപയോഗം ബിസിനസ്സും ഗവൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷന്റെ ഉപയോഗം എന്താണ്? ചുവപ്പ് നാട, റെഡ് ടേപ്പിസം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനാവശ്യമായ കാലതാമസം അത് ഒഴിവാക്കി കിട്ടുന്നു. ബിസിനസ് മേഖലയിൽ സമയനഷ്ടം പരിഹരിക്കുന്നു. ഒരു ബിസിനസ് നടത്താൻ വേണ്ടി, ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഓഫീസുകൾ കയറി ഇറങ്ങുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് മുമ്പ്. അങ്ങനെയുള്ള സമയനഷ്ടം പരിഹരിക്കുന്നു. പ്രവർത്തന ചെലവ് കുറവാണ്. സർക്കാരുമായുള്ള വ്യാപാര ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുന്നു. ഗവൺമെന്റ് ബിസിനസ്. അടുത്തത് ഗവൺമെന്റ് ടു എംപ്ലോയീസ്. ഗവൺമെന്റ് ടു എംപ്ലോയീസ്. സർക്കാരിന്റെ വിവിധ പരിപാടികൾ നടപ്പിലാക്കുന്നതിനുള്ള നയങ്ങളും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ഉത്തരവുകളുടെയും വിജ്ഞാപനങ്ങളുടെയും രൂപത്തിൽ ഈ ഭരണ പോർട്ടലുകൾ വഴി ജീവനക്കാർക്ക് ലഭ്യമായിട്ടുണ്ട്. അതായത് സർക്കാർ ഒരു ചട്ടം പ്രസിദ്ധീകരിച്ചു ഗവൺമെന്റ് ജീവനക്കാർക്ക് വേണ്ടി. അത് ഓൺലൈനിൽ ലഭ്യമാണ്. അത് നമുക്ക് ഓൺലൈനിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്കത് വായിച്ചെടുക്കാം. അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഗവൺമെന്റും ജീവനക്കാരും തമ്മിലാണ്. ഈ ഭരണ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, വ്യക്തിഗത വിവരങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നു. അവിടെയൊക്കെ വരുന്നത് G2E ആണ്. അങ്ങനെ എത്ര ടൈപ്പ് ഇന്ററാക്ഷൻ ആണുള്ളത്? 4 ടൈപ്പ്. മനസ്സിൽ പറ. ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഗവൺമെന്റ് ടു സിറ്റിസൺ, ഗവൺമെന്റ് ടു എംപ്ലോയീസ്, ഗവൺമെന്റ് ടു ബിസിനസ്, ഗവൺമെന്റ് ടു എംപ്ലോയീസ്. 4 ടൈപ്പ് ഇന്ററാക്ഷൻ ആണുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഗവേണൻസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഈ പോർഷൻ പഠിക്കാനുള്ളത് +2-നാണ്. +2 കമ്പ്യൂട്ടർ സയൻസിൽ IT ആൻഡ് സൊസൈറ്റി എന്നുള്ള മേഖലയിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു. ഒരു സംസ്ഥാനത്ത് ഈ ഗവേണൻസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ സംസ്ഥാനം ഒരുക്കി കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഗവേണൻസിന്റെ അടിസ്ഥാന സൗകര്യം സംഭരണവും നൽകുന്നതിനായി 3 ഘടകങ്ങളാണുള്ളത്. 3 ഘടകങ്ങൾ. അപ്പൊ എപ്പോഴും ഓർത്തോ, ഈ ഗവേണൻസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ 3 ഘടകങ്ങളാണ്. പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. 1 സ്റ്റേറ്റ് ഡേറ്റാ സെന്റർ, 2 സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, 3 കോമൺ സർവീസ് സെന്റർ. ഇത് 3 ശ്രദ്ധിക്കണം. കാരണം എങ്ങനെ ചോദ്യം വരുമെന്ന് ഞാൻ പറഞ്ഞു വിടാം. ചോദ്യം ഇങ്ങനെ ആയിരിക്കും: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈ ഗവേണൻസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വരുന്നവ എന്തൊക്കെ? അങ്ങനെയാണ്. അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈ ഗവേണൻസിന്റെ അടിസ്ഥാന സൗകര്യത്തിൽ വരാത്തത് എന്തൊക്കെ? ഇങ്ങനെയൊക്കെ ചോദ്യം വരും. അപ്പോ സ്റ്റേറ്റ് ഡേറ്റാ സെന്റർ 1, 2 സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, അടുത്തത് 3 കോമൺ സർവീസ് സെന്റർ. എന്താണ് സ്റ്റേറ്റ് ഡേറ്റാ സെന്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഈ ഗവേണൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ IT പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന വാക്കാണ് ഡേറ്റ. ഡേറ്റ ഇല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇല്ല. നമുക്ക് ഒരു സേവനവും സർക്കാരിന് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് സർക്കാർ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി ജനങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനാവശ്യമായ ഡേറ്റ കളക്ട് ചെയ്ത് അതൊരു ഡേറ്റ സെന്റർ ആക്കി മാറ്റുക. അപ്പൊ സംസ്ഥാനം ആദ്യം ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഡേറ്റ സെന്റർ ആണ്. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേട്ടോ. സ്റ്റേറ്റ് ഡേറ്റ സെന്റർ ആണ്. രണ്ടാമത്, സ്റ്റേറ്റ് ഡേറ്റ സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു സെർവറാണ്. എല്ലായിടത്തും ഡേറ്റ നൽകേണ്ട സംവിധാനമാണ് സ്റ്റേറ്റ് ഡേറ്റ സെന്റർ. പക്ഷേ കേരളത്തിൽ എവിടെ ഇരുന്നാലും ഈ ഡേറ്റാ സെന്ററിലുള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള നെറ്റ്വർക്കാണ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ ഇത് അറിയപ്പെടുന്നത് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, KSWAN. KSWAN എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിനെയും ബ്ലോക്ക് പഞ്ചായത്തുകളെയും, ശ്രദ്ധിച്ചോ, സംസ്ഥാന ഹെഡ്ക്വാർട്ടേഴ്സിനെയും ബ്ലോക്ക് പഞ്ചായത്തുകളെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള നെറ്റ്വർക്ക് സംവിധാനമാണ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ബന്ധിപ്പിക്കുന്നത് എന്തിനെയൊക്കെ? അങ്ങനെ ചോദിക്കും. ഹെഡ്ക്വാർട്ടേഴ്സിനെയും കളക്ടറേറ്റിനെയും ഹെഡ്ക്വാർട്ടേഴ്സിനെയും താലൂക്ക് ഓഫീസുകളെയും അങ്ങനെയൊക്കെ ചോദ്യം വരും. നിങ്ങൾ കൃത്യമായി ഉത്തരം എഴുതുക. ഹെഡ്ക്വാർട്ടേഴ്സിനെയും ബ്ലോക്ക് പഞ്ചായത്തുകളെയും തമ്മിലാണ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ബന്ധിപ്പിക്കുന്നത്. ഇനി സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി 3 ഹബ്ബ്
കേരളത്തിലുണ്ട്. അത് എവിടെയൊക്കെയാണെന്ന് സിമ്പിളായിട്ട് പഠിക്കുക. 3 IT പാർക്കുകളാണ്. 1 തിരുവനന്തപുരം, 2 കൊച്ചി, 3 കോഴിക്കോട്. അപ്പം സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കിന്റെ ഹബ്ബുകൾ എവിടെയൊക്കെയാണ്? തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. അടുത്തത് കോമൺ സർവീസ് സെന്റർ. കോമൺ സർവീസ് സെന്റർ എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ എല്ലാ സേവനങ്ങളും തരുന്നുണ്ട്, പക്ഷെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. നമുക്കെന്ന് പറഞ്ഞാൽ ആർക്ക്? പൗരന്മാർക്ക്. അപ്പൊ സർക്കാർ തീരുമാനിക്കുന്നു ഓരോ ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി കോമൺ സർവീസ് സെന്റർ എന്ന ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങൾ തുടങ്ങാം. നിങ്ങളുടെ നാട്ടിലെല്ലാം ഇതുണ്ടാവും. ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്റർ. അവിടെ നിങ്ങൾ പോകുകയാണെങ്കിൽ ഓൺലൈൻ വഴിയുള്ള ഗവൺമെന്റ് സേവനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും, അതായത് അത്യാവശ്യം വേണ്ട കമ്പ്യൂട്ടർ കണക്ഷൻ, ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഇതെല്ലാം ഉണ്ടാവും. അതാണ് കോമൺ സർവീസ് സെന്റർ. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗവേണൻസ് മുമ്പോട്ട് പോവുള്ളൂ. ഏതൊക്കെ വേണം? സ്റ്റേറ്റ് ഡേറ്റാ സെന്റർ വേണം, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് വേണം, കോമൺ സർവീസ് സെന്റർ വേണം. ഓക്കെ, അപ്പൊ നോക്കാം. സ്റ്റേറ്റ് ഡേറ്റാ സെന്ററുകൾ. സ്റ്റേറ്റ് ഡേറ്റാ സെന്ററുകൾ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ, നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ മുൻകൈ എടുത്താണ് ഇത് രൂപപ്പെടുത്തിയത്. നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. 2006 കേന്ദ്ര സർക്കാരിന്റെ സേവനങ്ങൾ ഓൺലൈൻ ആക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചതാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. ആ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ മുൻകൈ എടുത്താണ് ഇത് രൂപപ്പെടുത്തിയത്. സേവനങ്ങൾ, ഉപയോഗങ്ങൾ, അടിസ്ഥാന സൗകര്യം എന്നിവ സംയോജിപ്പിക്കുക. അതായത് സർക്കാരിന്റെ സേവനങ്ങൾ, സർക്കാർ നൽകുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഉപയോഗങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ സംയോജിപ്പിക്കുക. ഇലക്ട്രോണിക് ഡേറ്റ വിതരണം കാര്യക്ഷമമായി നടത്തുന്നതിന് വേണ്ടിയാണ് സ്റ്റേറ്റ് ഡേറ്റാ സെന്ററുകൾ രൂപീകരിച്ചത്. ഡേറ്റാ സെന്ററുകൾ നൽകുന്ന പ്രധാന സേവനങ്ങൾ: സംസ്ഥാനങ്ങളുടെ പരമപ്രധാനമായ ഡേറ്റ സംരക്ഷിക്കുന്നു. സംസ്ഥാനങ്ങളുടെ കീപ്പിംഗ് സെൻട്രൽ ഡേറ്റ റിപ്പോസിറ്ററി ഓഫ് ദ സ്റ്റേറ്റ്, സെക്യൂറിംഗ് ഡേറ്റ സ്റ്റോറേജ്. വിവിധ സേവനങ്ങൾക്ക് വേണ്ടിയുള്ള ഓൺലൈൻ സംവിധാനം ഒരുക്കുക. ഓൺലൈൻ ഡെലിവറി ഓഫ് സർവീസ്. സംസ്ഥാന ഇൻട്രാനെറ്റ് സംവിധാനത്തിന്റെ കവാടമാകുക. സ്റ്റേറ്റ് ഇൻട്രാനെറ്റ് പോർട്ടലായി പ്രവർത്തിക്കുക. പൗരന്മാർക്കുള്ള സേവനങ്ങളുടെ കവാടമാകുക. സിറ്റിസൺ ഇൻഫർമേഷൻ സർവീസ് പോർട്ടൽ. ദുരന്ത നിവാരണ സംവിധാനം ഒരുക്കുക. മാനേജ്മെന്റ് നിയന്ത്രണങ്ങൾ. പ്രൊവൈഡ് ബെറ്റർ ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെന്റ് കൺട്രോൾ. ഡേറ്റ മാനേജ്മെന്റ് മൊത്തം ചെലവ് കുറയ്ക്കുക. അതായത് മിനിമൈസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ഡേറ്റ മാനേജ്മെന്റ്. വിഭവ നിർവഹണം, വിന്യാസം, റിസോഴ്സ് മാനേജ്മെന്റ്, ഡിപ്ലോയ്മെന്റ് എക്സെട്ര. നെക്സ്റ്റ്, കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, KSWAN. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ മാർക്ക് ചെയ്യുന്നു. KSWAN കേരളത്തിലെ ഇ ഗവേണൻസ് സേവനങ്ങളെ പരസ്പരം കൂട്ടിയിണക്കുന്ന നെറ്റ്വർക്കാണ് KSWAN. KSWAN കേരള ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നു. KSWAN 3 ഹബ്ബുകളാണുള്ളത്: തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. 14 ജില്ലകളിലെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സിനെയും ബ്ലോക്ക് പഞ്ചായത്തുകളെയും തമ്മിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. ക്ലിയർ ആണ്? ഇനി പൊതുസേവന കേന്ദ്രങ്ങൾ. എന്താണ് പൊതുസേവന കേന്ദ്രങ്ങൾ? കോമൺ സർവീസ് സെന്റർ. നിങ്ങൾ ഇന്ന് നാട്ടിൽ നോക്കിയാൽ മതി, ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പൊതുസേവന കേന്ദ്രങ്ങൾ എന്ന് കാണും. സർക്കാർ, സ്വകാര്യ, സാമൂഹ്യ വകുപ്പുകളുടെ സേവനങ്ങൾ രാജ്യത്തെ ഗ്രാമീണർക്ക് എത്തിക്കുന്നതിനുള്ള സേവന കേന്ദ്രങ്ങളാണ് പൊതുസേവന കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്നത്. വെബ് അധിഷ്ഠിത ഈ ഭരണ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ എത്തിക്കുന്നു എന്നതാണ് CSCയുടെ പ്രധാന സവിശേഷത. നെക്സ്റ്റ്, ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വൈദ്യുതി ബില്ല്, നമുക്കറിയാലോ, അക്ഷയ കേന്ദ്രമൊക്കെ ഇതിന് ഉദാഹരണമാണ്. ടെലിഫോൺ ബില്ല്, ജല ഉപയോഗ ബില്ല് എന്നിവ അടയ്ക്കാൻ സാധിക്കുന്നു. കൂടാതെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുവാനും ആവശ്യക്കാർക്ക് യോഗ്യതാപത്രം എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി വിതരണം ചെയ്യുവാനും കോമൺ സർവീസ് സെന്ററിലൂടെ കഴിയുന്നു. പിന്നെ പൊതുസേവന കേന്ദ്രം വഴി ലഭ്യമാകുന്ന മറ്റു സേവനങ്ങൾ, അതായത് ഇങ്ങനെയുള്ള ഡിജിറ്റൽ സേവാ കേന്ദ്രം വഴി നിങ്ങൾക്ക് കാർഷിക സേവനങ്ങൾ കിട്ടും, വിദ്യാഭ്യാസവും പരിശീലനവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, ആരോഗ്യ സേവനങ്ങൾ, നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ചികിത്സാ കാർഡൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുന്നു. ഗ്രാമീണ ബാങ്കിന്റെ ഇൻഷുറൻസിന്റെയും സേവനങ്ങൾ ലഭിക്കുന്നു. ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഗവേണൻസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അടിസ്ഥാന സൗകര്യത്തിൽ ആദ്യം വേണ്ടത്, ഒന്നുകൂടി ഓർക്കുക, സ്റ്റേറ്റ് ഡേറ്റാ സെന്റർ. ഒന്നുകൂടി ഓർത്തേ, സ്റ്റേറ്റ് ഡേറ്റാ സെന്റർ. രണ്ടാമത് വേണ്ടത് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. രണ്ടാമത് വേണ്ടത് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. മൂന്നാമത് വേണ്ടത് കോമൺ സർവീസ് സെന്റർ, CSC. മൂന്നും പഠിച്ചോളുക, പരീക്ഷയ്ക്ക് ചോദിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് പർപ്പസ്, യൂസ്, ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ് ഓഫ് ഇ ഗവേണൻസ്. ഇത് നമ്മുടെ +2 ബുക്കിലുണ്ട്, അത് വളരെ കുറച്ചാണ്. കൂടുതൽ പഠിക്കാനുള്ളത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയലിൽ ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഗവേണൻസിന്റെ ഉപയോഗങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നുകിൽ ഈ ഗവേണൻസിന്റെ യൂസ്, അല്ലെങ്കിൽ ലക്ഷ്യം, അല്ലെങ്കിൽ പർപ്പസ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ യൂസ്, ക്രിയേറ്റിംഗ് ബെറ്റർ ബിസിനസ് എൻവയോൺമെന്റ്. ക്രിയേറ്റിംഗ് ബെറ്റർ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു
ബിസിനസ് സമൂഹം കെട്ടിപ്പടുക്കാൻ ഈ ഗവേണൻസിലൂടെ കഴിയുന്നു. കാരണം എന്താണ്? നമ്മൾ ഈ ഗവേണൻസിന്റെ വ്യവഹാരങ്ങൾ പഠിച്ചപ്പോൾ വളരെ വ്യക്തമായി പഠിച്ചതാണ് G2B. ഏതാണ്? G2B, ഗവൺമെന്റ് ബിസിനസ്. ആ ഗവൺമെന്റ് ബിസിനസ്സിലൂടെ ഒരു ബിസിനസ് സംരംഭകന് ഒരുപാട് ഗവൺമെന്റ് ഓഫീസുകളിൽ അനാവശ്യമായി സന്ദർശനം നടത്തേണ്ട ആവശ്യം വരുന്നില്ല. 2, ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അക്കൗണ്ടബിളും റെസ്പോൺസിബിളും ആയിരിക്കും ഭരണ സംവിധാനം. അതുകൊണ്ട് കാലതാമസം കൂടാതെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നു. അഴിമതി, കൈക്കൂലി തുടങ്ങിയവ ഈ മേഖലയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നു. ഏത് വരുന്നതോടുകൂടി? ഈ ഗവേണൻസ്. അപ്പം തൽഫലമായി നമ്മുടെ നാട്ടിലുള്ള ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ബെറ്റർ ആയിട്ട് മാറും. കാണാപ്പാടം പഠിക്കണ്ട, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഈ ഗവേണൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ക്രിയേറ്റിംഗ് ബെറ്റർ ബിസിനസ് എൻവയോൺമെന്റ്. അടുത്തത് ഫാസ്റ്റ് കൺവീനിയന്റ് സർവീസ് ടു സിറ്റിസൺ. ഫാസ്റ്റും കൺവീനിയന്റും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയട്ടെ. നമ്മൾ വീട്ടില് കറണ്ട് ബില്ല് വന്നു, നമ്മൾ KSEBയിൽ ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യുന്നു. ഓൺലൈനായിട്ട് അത് മാത്രം ആലോചിക്കുക, അപ്പൊ തന്നെ അറിയാലോ ഈ ഗവേണൻസ് ആണെന്ന്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുമ്പോൾ പരമാവധി എടുക്കുന്നത് 1 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഫാസ്റ്റ് അല്ലേ കാര്യം? കൺവീനിയന്റ്. മുമ്പ് ഓൺലൈൻ സംവിധാനം ഇല്ലാതിരിക്കുന്ന സമയത്ത് KSEB ഒരു സമയം തരും, നമുക്ക് ഒരു ഷെഡ്യൂൾ. ആ ഷെഡ്യൂളിൽ മാത്രമേ നമുക്ക് ബില്ല് അടയ്ക്കാൻ പറ്റൂ. ഇപ്പൊ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് രാത്രി 11 മണിക്കോ 12 മണിക്കോ ആയിക്കോട്ടെ, ആ സമയത്ത് നിങ്ങൾക്ക് ഈ ബില്ല് പേ ചെയ്യാൻ പറ്റോ? ഇല്ലേ? പറ്റും. അപ്പൊ നോക്കൂ, ഫാസ്റ്റുമാണ്, കൺവീനിയന്റുമാണ്. ഇത്രേ ഉള്ളൂ. 3, ബ്രോഡനിങ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. അതായത് ഗവൺമെന്റിന്റെ ഭരണ സംവിധാനത്തിൽ പബ്ലിക് പാർട്ടിസിപ്പേഷൻ കൂട്ടുന്നു. ജനങ്ങൾ കൂടുതൽ പങ്കാളികളാവും. ഇപ്പൊ എക്സാമ്പിൾ, എല്ലാവരും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആധാറുമായി ലിങ്ക് ചെയ്യാൻ ഒരു പരസ്യം കൊടുക്കുന്നു ഗവൺമെന്റ്. ഇതിനുവേണ്ടി ഒരുപാട് ഗവൺമെന്റ് ഓഫീസുകൾ ഇങ്ങനെ കയറി ഇറങ്ങി ചെലവും നമ്മുടെ സമയവും നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് അതിനോട് ഒരു താല്പര്യവും കാണില്ല. നമ്മൾ ഈ ഗവൺമെന്റിന്റെ ഈ സംരംഭത്തിൽ പങ്കുചേരുക പോലുമില്ല. പകരം അക്ഷയ കേന്ദ്രത്തിൽ പോയി ഒരു 10 മിനിറ്റ് ചെലവഴിച്ചാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിസിപ്പേഷൻ അവിടെ കൂടുകയാണ്. മനസ്സിലായില്ലേ? അതുപോലെ ഹെൽത്ത് കാർഡ് ഓൺലൈൻ വഴി നിങ്ങൾക്ക് ലഭ്യമാക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ അക്ഷയ കേന്ദ്രത്തിൽ പോകുന്നു, അത് ലഭ്യമാക്കുന്നു. അപ്പോൾ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ പബ്ലിക്കിന്റെ പാർട്ടിസിപ്പേഷൻ ഉയർത്തുവാൻ കഴിയുന്നുണ്ട്. അടുത്തത് ഇംപ്രൂവിംഗ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ഗവൺമെന്റ് ഏജൻസീസ്. അതായത് ഗവൺമെന്റ് ഓൺലൈൻ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും എഫിഷ്യൻസി വർദ്ധിപ്പിക്കുകയും ചെയ്യും. 5, ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ഡിസ്അഡ്വാൻറ്റേജ്ഡ് കമ്മ്യൂണിറ്റി. ഡിസ്അഡ്വാൻറ്റേജ്ഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം, അതാണ് ഡിസ്അഡ്വാൻറ്റേജ്ഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾ, SC/ST വിഭാഗക്കാർ, അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ ഭിന്നശേഷി വിഭാഗക്കാർ, അവർക്ക് വേണ്ടിയുള്ള പല സേവനങ്ങളും ഓൺലൈൻ വഴി വന്നതോടുകൂടി അവർക്കിത് കൃത്യമായി അവരിലേക്ക് എത്തിത്തുടങ്ങി. ഇപ്പോ ഓൺലൈൻ വഴി ഡിസേബിൾ ആയിട്ടുള്ളവർക്ക് പെൻഷൻ കൊടുക്കുന്നു ഒരു പദ്ധതിയിലൂടെ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു പദ്ധതി നടപ്പിലാക്കുന്നു. അത് ഓൺലൈൻ വഴിയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് ആ ടാർഗറ്റ് ഗ്രൂപ്പിൽ തന്നെ എത്തും. ഓക്കെ, അതുകൊണ്ട് ഡിസ്അഡ്വാൻറ്റേജ്ഡ് കമ്മ്യൂണിറ്റീസിന്റെ ഡെവലപ്മെന്റിന് ഇത് കാരണമാവുന്നു. അപ്പൊ ആദ്യത്തെ 5 പോയിന്റ് പഠിക്കാം. ഈ ഗവേണൻസ് കൊണ്ടുള്ള ആദ്യത്തെ 5 ഉപയോഗങ്ങൾ: വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിസിനസ് എൻവയോൺമെന്റ് രാജ്യത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. വളരെ വേഗതയേറിയതും കൺവീനിയന്റുമായ ഗവൺമെന്റ് സർവീസുകൾ ജനങ്ങൾക്ക് കിട്ടിത്തുടങ്ങുന്നു. ജനങ്ങളുടെ പങ്കാളിത്തം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതലായി കൊണ്ടുവരാൻ സാധിക്കുന്നു. പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും കൂട്ടുന്നു. ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ഡിസ്അഡ്വാൻറ്റേജ്ഡ് കമ്മ്യൂണിറ്റി, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ സഹായിക്കുന്നു. അടുത്തത് 6, ബിൽഡിംഗ് ആൻഡ് ഇൻഫോംഡ് സൊസൈറ്റി. ബിൽഡിംഗ് ആൻഡ് ഇൻഫോംഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു വിവരമുള്ള സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നു. എന്താണ് വിവരമുള്ള സമൂഹം? നമുക്കറിയാം, മദ്യപാനം, പുകവലി, ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ ശരീരത്തിന് ഹാനികരമാണ്. ഗവൺമെന്റ് പലതരത്തിലുള്ള ഓൺലൈൻ മീഡിയ വഴി ഇത് പ്രചരിപ്പിക്കാറുണ്ടോ? ഇല്ലേ? ഉണ്ടല്ലോ. അതിലൂടെ നമ്മുടെ നാട്ടിൽ വിവരമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നു. അതുപോലെ കർഷകർക്ക് ആവശ്യമായ പലതരത്തിലുള്ള ഗവൺമെന്റ് പോളിസികളും ഗവൺമെന്റിന്റെ സഹായങ്ങളും എന്താണെന്ന് ഓൺലൈൻ മീഡിയ വഴിയും റേഡിയോ വഴിയും TV വഴിയും അവർ പരസ്യം ചെയ്യുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത കർഷകർക്ക് പോലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ ബിൽഡിംഗ് ആൻഡ് ഇൻഫോംഡ് സൊസൈറ്റി ഒരു വിവരമുള്ള സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നു. ബ്രിങ്സ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, സുതാര്യതയും ഉത്തരവാദിത്വവും ഗവൺമെന്റ് മേഖലയിൽ കൊണ്ടുവരുന്നു. റെഡ്യൂസ് കറപ്ഷൻ, അഴിമതി കുറയ്ക്കുന്നു. ഓൺലൈൻ സംവിധാനമാവുമ്പോൾ അഴിമതി കാണില്ലല്ലോ, അഴിമതി കുറവായിരിക്കുമല്ലോ. അപ്പൊ റെഡ്യൂസ് കൺസംഷൻ, റെഡ്യൂസ് കറപ്ഷൻ. എക്കോണമി ഇൻ ഓപ്പറേഷൻ, മൊത്തത്തിൽ ഭരണത്തിൽ ചെലവ് കുറവായിരിക്കും. ഒരുപാട് ചെലവ് വരുന്നില്ല, ഒന്നും വേണ്ട. കുറെ പേപ്പറിൽ ഫയൽ എഴുതണമെങ്കിൽ തന്നെ നമുക്ക് എന്തുമാത്രം ചെലവാണ്. ഇത്
ഈ ഗവേണൻസിനെ സംബന്ധിച്ച് ആദ്യം കമ്പ്യൂട്ടറിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി വരുന്ന എല്ലാ ചെലവും കുറയും. കാരണം 10 പേര് ജോലി ചെയ്യുമ്പം ഒരാൾക്ക് 1 ലക്ഷം രൂപ വെച്ച് ശമ്പളം കൊടുത്താൽ നമുക്ക് 10 ലക്ഷം രൂപയുടെ ചെലവ് വരുന്നുണ്ട്. പക്ഷേ ഈ കമ്പ്യൂട്ടറിലൂടെയാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ 10 പേരുടെ സ്ഥാനത്ത് ചിലപ്പോൾ നമുക്ക് 2 പേര് മതിയാവും. അപ്പൊ നമുക്ക് 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപയുടെ ചെലവേ ഉള്ളൂ. നോക്കൂ, 8 ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എക്കോണമി ഇൻ ഓപ്പറേഷൻ ക്ലിയർ ആണ്. അപ്പം ആദ്യത്തെ 5 നമ്മൾ പഠിച്ചു. ഇനി അടുത്ത 4 ബിൽഡിംഗ് ആൻഡ് ഇൻഫോംഡ് സൊസൈറ്റി, ബ്രിങ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, റെഡ്യൂസ് കറപ്ഷൻ, എക്കോണമി ഇൻ ഓപ്പറേഷൻ. ഇനി ഈ 9 പ്രത്യേകതകളും വായിക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ രാജ്യം നല്ലൊരു ജനാധിപത്യ രാജ്യമായി മാറും. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുവാൻ ഇ ഗവേണൻസിന് കഴിയും. ശ്രദ്ധിച്ചു കേൾക്ക്, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുവാൻ ഇ ഗവേണൻസിന് കഴിയും. ഇതാണ് ഇ ഗവേണൻസിന്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ ഭരണത്തിന്റെ വെല്ലുവിളികൾ. ഈ ഗവേണൻസിന്റെ ചലഞ്ചസ് എന്താണ്? വെല്ലുവിളികൾ, അതായത് ഈ ഗവേണൻസ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ. ഇത് +2 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ അങ്ങ് പഠിച്ചാൽ മതി, കാണാപ്പാഠം പഠിക്കല്ലേ. ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെല്ലാം കമ്പ്യൂട്ടറിന്റെ ആവശ്യമുണ്ട്. ഈ കമ്പ്യൂട്ടർ വാങ്ങുവാനുള്ള ചെലവില്ലേ, ഇനിഷ്യൽ കോസ്റ്റ്, അത് വളരെ വലുതായിരിക്കും. കോസ്റ്റ്, ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ കോസ്റ്റ് അത് വളരെ കൂടുതലായിരിക്കും. ഒന്ന് നമ്മുടെ വെല്ലുവിളിയാണ്. ഇത്രയും കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുവരുന്നതിന് നമ്മുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളി ഇനിഷ്യൽ കോസ്റ്റ് ആണ്. രണ്ടാമത്തത്, നമ്മൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തി എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കൂ. നമ്മൾ നേരിടുന്ന അടുത്ത പ്രതിസന്ധി, നമ്മുടെ നാട്ടിൽ ഈ സാക്ഷരത കുറവാണ്, ഈ ലിറ്ററസി. കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്തവരാണ് നമ്മുടെ നാട്ടിലുള്ളതെങ്കിൽ, ഗവൺമെന്റ് ഓഫീസിലായാൽ പോലും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഈ സാക്ഷരത ഇല്ലാത്തത് നമ്മുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളിയാണ്. ഇനി ഈ സാക്ഷരത കൈവരിച്ചു, നമ്മളെല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്തു, ഓൺലൈൻ ആക്കി, എങ്കിലും എല്ലാ വകുപ്പുകളുടെയും ഏകോപനം, എല്ലാ വകുപ്പും ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക് ആണ്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും കോർഡിനേഷൻ ഒരു ടാസ്ക് ആണ്. 4, ഏറ്റവും ഇമ്പോർട്ടന്റ്, സൈബർ അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഭരണത്തിന്റെ ഒരു പ്രധാന വെല്ലുവിളിയാണ്. നമ്മുടെ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവര്, തീവ്രവാദികൾ അല്ലെങ്കിൽ മറ്റു ഹാക്കേഴ്സ്, അവരെല്ലാം നമ്മുടെ ഡേറ്റ ഹാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഹാക്ക് ചെയ്യുന്നു. അപ്പം സൈബർ അറ്റാക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ബയോമെട്രിക് വിവരങ്ങൾ നൽകുന്നതിൽ ജനങ്ങൾക്ക് താല്പര്യമില്ല. അതായത് ചിലപ്പോൾ വിരലടയാളമായിരിക്കും നമ്മൾ പതിച്ചു കൊടുക്കേണ്ട ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ഭാഗമായിട്ട്. പക്ഷെ അങ്ങനെയുള്ള ബയോമെട്രിക് വിവരങ്ങൾ ഗവൺമെന്റ് കൈമാറുന്നതിൽ ജനങ്ങൾക്കുള്ള താല്പര്യക്കുറവ് നമ്മുടെ ഈ ഗവേണൻസ് സംരംഭങ്ങൾക്ക് പലപ്പോഴും വെല്ലുവിളിയാറുണ്ട്. ഈ ഭരണത്തിന്റെ വെല്ലുവിളികൾ, വിദൂര സ്ഥലങ്ങളിൽ ജീവിക്കുന്ന കമ്പ്യൂട്ടർ സാക്ഷരത കുറഞ്ഞ ആളുകൾക്ക് ഈ ഭരണ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ക്ലിയർ ആണേ. മികച്ച രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ആവശ്യമാണ്. അല്ലാത്ത പക്ഷം സൈബർ ആക്രമണങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഭരണ സേവനങ്ങൾ പ്രയോഗത്തിൽ വരുത്തുന്നതിനും അതിന്റെ പരിപാലനത്തിനും വലിയ തോതിലുള്ള മുതൽ മുടക്കും ആസൂത്രണവും ആവശ്യമാണ്. വ്യക്തിഗത വിവരങ്ങളും ബയോമെട്രിക് ഡേറ്റയും നിർദ്ദിഷ്ട ഏജൻസികളുമായി പങ്കുവയ്ക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും ഉത്കണ്ഠാകുലരാണ്. ഈ ഭരണം കാര്യശേഷി ഉള്ളതും ഫലപ്രാപ്തമാവണമെങ്കിലും വിവിധ വകുപ്പുകളുടെ ഏകോപനം വളരെ അത്യാവശ്യമാണ്. ഇവയാണ് നമ്മുടെ ഇ ഗവേണൻസ് നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത്. ഇതാണ് ഇ ഗവേണൻസ് നേരിടുന്ന വെല്ലുവിളികൾ. തെറ്റിക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരി, നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് മോഡൽസ് ഓഫ് ഇ ഗവേണൻസ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മോഡൽസ് ഓഫ് ഇ ഗവേണൻസ്. ഇ ഗവേണൻസിന്റെ മോഡൽസ് വളരെ ഷാർപ്പായിട്ട് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ഇ ഗവേണൻസിന്റെ മോഡൽസ് പഠിക്കാം. 5 മോഡലാണ് ഉള്ളത്. ആദ്യം നമുക്ക് ഈ പേരുകൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ, പേര് ശ്രദ്ധിക്കേ, ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ. ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ, എന്താണ് ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽസ്. കമ്പാരിറ്റീവ് അനാലിസിസ് മോഡൽ, ഒന്നുകൂടി ശ്രദ്ധിക്കുക, കമ്പാരിറ്റീവ് അനാലിസിസ് മോഡൽ. ഈ അഡ്വക്കേസി മോഡൽ. 5 ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ. 5 ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ. ഒന്നുകൂടി ഞാൻ പറയുന്നതോടൊപ്പം പറഞ്ഞു പഠിക്കണമെങ്കിൽ ഓർമ്മ നിൽക്കുകയുള്ളൂ. ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ, ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ, കമ്പാരിറ്റീവ് അനാലിസിസ് മോഡൽ, ഈ അഡ്വക്കസി മോഡൽ, ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ. ഒന്നുകൂടി, ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ, ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ, കമ്പാരിറ്റീവ് അനാലിസിസ് മോഡൽ, ഈ അഡ്വക്കസി മോഡൽ, ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ. ആദ്യം തന്നെ ഞാൻ എന്താണ് ഈ മോഡൽ എന്ന് പറഞ്ഞത്? നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ് തുടങ്ങിയപ്പോഴേ ഈ ഗവേണൻസിന്റെ വിവിധ വ്യവഹാരങ്ങൾ പഠിച്ചായിരുന്നു. ഇന്ററാക്ഷൻസ് അല്ല, നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡൽസ് ആണ്. ഇന്ററാക്ഷൻ ഇങ്ങനെയാണ്: ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഗവൺമെന്റ് ടു സിറ്റിസൺ, ഗവൺമെന്റ് ടു ബിസിനസ്,
ഗവൺമെന്റ് എംപ്ലോയീസ്. അത് ഇന്ററാക്ഷൻ. ഇത് മോഡൽസ് ആണ്. ഈ ഗവേണൻസിന്റെ മോഡൽസ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അതാണല്ലോ ഈ ഗവേണൻസ്. ഈ ഗവേണൻസ് എന്ന സംവിധാനം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 5 മോഡലായിട്ട് തിരിക്കുന്നത്. 5 മോഡൽ. ഒന്നാമത്തെ മോഡൽ ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ. ഒന്നാമത്തെ മോഡൽ എന്താണ്? ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ. ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക, തെറ്റിക്കരുത്. ഗവൺമെന്റിന്റെ ചില വിവരങ്ങൾ, ആ വിവരങ്ങൾ പൊതുജനങ്ങൾ അറിയേണ്ട വിവരങ്ങളാണ്. അത് സാധാരണ രീതിയിൽ പ്രിന്റഡ് ഫോർമാറ്റിൽ പേപ്പറിൽ സൂക്ഷിക്കപ്പെടും. പക്ഷെ ഇപ്പൊ ICT വന്നതോടുകൂടി പൊതുജനങ്ങളുടെ അറിവിന് വേണ്ടി ഗവൺമെന്റിന്റെ വിവരങ്ങൾ എല്ലാവർക്കുമായി ഓൺലൈൻ സംവിധാനത്തിൽ പങ്കുവയ്ക്കുന്നു. എങ്കിൽ ആ സംവിധാനത്തിന്റെ പേര് ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ എന്നാണ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളേ. ഉദാഹരണം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്, ആണല്ലോ. അത് നമ്മൾ അറിയേണ്ടതാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്ക്. ഗൂഗിൾ എടുത്തിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് PDF ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു വെബ്സൈറ്റിൽ തന്നെ ഇതിന്റെ ഒരു PDF ഫോർമാറ്റ് നിങ്ങൾക്ക് ലഭ്യമാക്കി തരും. ഗവൺമെന്റിന്റെ വിവരമാണ്, പൊതുജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി അവരുടെ വെബ്സൈറ്റിലൂടെ ഇത് നൽകുന്നു. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഈ ICT ഉപയോഗിക്കുന്നതിനെ പറയുന്ന പേരാണ് ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ. മറ്റൊരു എക്സാമ്പിൾ, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് അറിയണം. എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഗൂഗിൾ ഫോൺ നമ്പർ കേരള ചീഫ് മിനിസ്റ്റർ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഫോൺ നമ്പർ ലഭ്യമാവും. അങ്ങനെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഗവൺമെന്റിന്റെ പൊതുവിവരങ്ങൾ പങ്കുവയ്ക്കുവാൻ ഓൺലൈൻ സംവിധാനം ഉപയോഗപ്പെടുത്തിയാൽ അതിന്റെ പേരാണ് ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ. എന്താണ്? ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ. നെക്സ്റ്റ്, ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ. പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ക്രിട്ടിക്കൽ ഫ്ലോ, ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ അപകടമാണെന്ന്. അങ്ങനെയല്ല. ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഗവൺമെന്റ് ഓൺലൈനിലൂടെ ചില വിവരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. വീണ്ടും ഞാൻ പറയുന്നു, ഗവൺമെന്റ് ചില വിവരങ്ങൾ ഓൺലൈനിലൂടെ ജനങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ആ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ എല്ലാവർക്കും വേണ്ടിയല്ല, ടാർഗറ്റഡ് പീപ്പിളിന് വേണ്ടിയാണ് പങ്കുവയ്ക്കുന്നത്. അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയാണ് അത് പങ്കുവയ്ക്കുന്നത്. എങ്കിൽ ആ മോഡലിന്റെ പേര് ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ എന്നാണ്. ഇപ്പൊ എക്സാമ്പിൾ, റേഡിയോയിലൂടെ ഇങ്ങനെ ഒരു വാർത്ത വരുന്നു. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധന തൊഴിലാളികൾ നാളെ കടലിൽ പോകരുത്. ഇതൊരു വാർത്തയാണ്, ഇതൊരു അറിയിപ്പാണ്. റേഡിയോ വഴി വന്നത് കൊണ്ട് ഇതൊരു ICT ഉപയോഗിച്ചുകൊണ്ടുള്ള അറിയിപ്പാണ്. പക്ഷേ നിങ്ങളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഈ വാർത്ത നിങ്ങളെ ബാധിക്കുന്നതല്ല, എല്ലാവരുടെ അറിവിന് വേണ്ടിയല്ല. പക്ഷെ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു നിശ്ചിത വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെയാണ് ഈ ഗവേണൻസ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അതിന്റെ പേരാണ് ക്രിട്ടിക്കൽ ഫ്ലോ. തെറ്റിക്കരുത്. എന്താണ് ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ? മറ്റൊന്ന്, കർഷകർക്ക് വേണ്ടിയുള്ള അറിയിപ്പുകൾ റേഡിയോയിലൂടെയും TV-യിലൂടെയും നൽകുന്നു. അത് മറ്റുള്ള ആർക്കും ആവശ്യമില്ല, കർഷകർക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേര് ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ. അടുത്തത് കമ്പാരിറ്റീവ് അനാലിസിസ് മോഡൽ. ശ്രദ്ധിച്ചോ, കമ്പാരിറ്റീവ് അനാലിസിസ് മോഡൽ. പേര് കേൾക്കുമ്പോഴേ അറിയത് എന്താണെന്ന്. കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്നു. എന്ത് കമ്പാരിസൺ? പഴയ വളർച്ചാ നിരക്ക്, പുതിയ വളർച്ചാ നിരക്ക്, പഴയ ശിശുമരണ നിരക്ക്, പുതിയ ശിശുമരണ നിരക്ക്, പഴയ തൊഴിലില്ലായ്മ നിരക്ക്, പുതിയ തൊഴിലില്ലായ്മ നിരക്ക്. ഇത് തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്ത് ഗുഡ് ഗവേണൻസിനെയും ബാഡ് ഗവേണൻസിനെയും കമ്പയർ ചെയ്ത് രാജ്യത്തെ ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് കമ്പാരിറ്റീവ് അനാലിസിസ് മോഡൽ. ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് ഡെവലപ്പിംഗ് നാഷൻസ് ആണ്. അതായത് വികസ്വര രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന മോഡലാണ് ഏത്? കമ്പാരിറ്റീവ് അനാലിസിസ്. അടുത്തത് അഡ്വക്കസി മോഡൽ. എന്താണ് അഡ്വക്കസി മോഡൽ? ഇതിലൂടെ ഗവൺമെന്റ് ചില സംരംഭങ്ങളും പ്രവർത്തനങ്ങളും പദ്ധതികളും നടപ്പിലാക്കാൻ പോകും. പക്ഷെ അതിനു മുമ്പ് പൊതുജനത്തിന്റെയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളുടെ അഭിപ്രായം, ഒപ്പീനിയൻ സ്വരൂപിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി ഈ ഗവേണൻസ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തും. അതായത് പൊതുജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വിദഗ്ധരിൽ നിന്നോ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ ഓൺലൈൻ പോർട്ടൽ ഉപയോഗിക്കുന്നുവെങ്കിൽ അതിന്റെ പേര് അഡ്വക്കസി മോഡൽ എന്നാണ്. എന്താണ് അഡ്വക്കസി മോഡൽ? ഓക്കെ. അടുത്തത് ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ. ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ICT ഉപയോഗിക്കുന്നത് ജനങ്ങൾക്ക് സേവനം ചെയ്യാനാണെങ്കിൽ, പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക, ICT ഉപയോഗിക്കുന്നത് ജനങ്ങൾക്ക് സേവനം ചെയ്യാനാണെങ്കിൽ ആ മോഡൽ അറിയപ്പെടുന്നത് ഇന്ററാക്റ്റീവ് സർവീസ് മോഡലാണ്. അതായത്
നിങ്ങൾക്ക് PSC പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ, ജാതി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ, പെൻഷൻ അപ്ലൈ ചെയ്യാൻ, സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ, അങ്ങനെ ജനങ്ങളുമായിട്ട് സേവിക്കാൻ വേണ്ടിയാണ് ICT ഉപയോഗിക്കുന്നതെങ്കിൽ അതറിയപ്പെടുന്നത് ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ എന്നാണ്. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ ഒരു വരി വെച്ച് വൃത്തിയായിട്ട് പഠിക്കാം. ഗവൺമെന്റിന്റെ വിവരം എല്ലാവരും അറിയിക്കാൻ വേണ്ടി ICT ഉപയോഗിക്കുന്നു എങ്കിൽ ആ മോഡലിന്റെ പേര് ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ. ഗവൺമെന്റ് ചില വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒരു നിശ്ചിത വിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എങ്കിൽ ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ. പഴയതും പുതിയതും ബാഡ് ഗവേണൻസും ഗുഡ് ഗവേണൻസും തമ്മിലുള്ള കമ്പാരിസന് വേണ്ടിയുള്ളതാണെങ്കിൽ കമ്പാരിറ്റീവ് അനാലിസിസ് മോഡൽ. പൊതുജനങ്ങളുടെയോ വിദഗ്ധരുടെയോ അഭിപ്രായം സ്വരൂപിക്കാൻ വേണ്ടി ICT ഉപയോഗിച്ചാൽ അതിന്റെ പേര് ഈ അഡ്വക്കസി മോഡൽ. അടുത്തത് ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ. ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സേവനം നൽകാനാണ് ICT ഉപയോഗിക്കുന്നതെങ്കിൽ അതിനറിയപ്പെടുന്നത് ഇന്ററാക്റ്റീവ് സർവീസ്. ഈ 5 മോഡലും പഠിച്ചിട്ട് പോകണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ നമുക്ക് മോഡൽസിന്റെ ഡീറ്റെയിൽഡ് നോട്ടിലേക്ക് കടക്കാം. ഇ ഗവേണൻസ് മോഡൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? There are 5 important models of e-governance which can be used as a guide in designing e-government initiatives depending on the local situation and governance activities that are expected to be performed. എന്തിനാണ് ഈ ഗവേണൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മോഡൽസിനെ തിരിക്കുന്നത്. ആദ്യം ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ. യൂസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആൻഡ് മീഡിയ ടു ഡിസിമിനേറ്റ് ബ്രോഡ്കാസ്റ്റ് ഗവേണൻസ് ഇൻഫോ ദാറ്റ് ഈസ് ഓൾറെഡി പ്രസന്റ് ഇൻ പേപ്പർ ഫോം. അതായത് ഗവൺമെന്റിന്റെ കയ്യിൽ പേപ്പർ ഫോമിലുള്ള വിവരങ്ങൾ ജനങ്ങളുമായിട്ട് ഓൺലൈൻ വഴി പങ്കുവയ്ക്കുന്നു, മീൻസ് ICT ഉപയോഗിച്ച്. എങ്കിൽ ആ മോഡലിന്റെ പേരാണ് ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ. എക്സാമ്പിൾസ്: അപ്ലോഡിംഗ് ഗവൺമെന്റ് ലോസ് ആൻഡ് ഓർഡേഴ്സ് ഓൺലൈൻ, മേക്കിംഗ് അവൈലബിൾ ദ നെയിംസ്, കോൺടാക്ട് അഡ്രസ്, ഇമെയിൽസ്, ഫാക്സ് നമ്പേഴ്സ് ഓഫ് ഗവൺമെന്റൽ ഒഫീഷ്യൽസ്, MLAs, മിനിസ്റ്റേഴ്സ് എക്സെട്ര ത്രൂ ഓൺലൈൻ. ക്ലിയർ ആണ്? അപ്പൊ എല്ലാവർക്കും വേണ്ടി ജനങ്ങളുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന മോഡലാണ് ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ. It is a model based on broadcasting or dissemination of information which has critical value to targeted audience. അതായത് ഒരു ടാർഗറ്റഡ് ഓഡിയൻസിന് വേണ്ടി മാത്രം പുറപ്പെടുവിക്കുന്നു. നാളെ ശക്തമായ മഴയും കാറ്റും ഉള്ളത് കൊണ്ട് കടലിൽ പോകരുത്. ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ നോക്കൂ. വെദർ ഫോർകാസ്റ്റ് ഓർ ക്രോപ്പ് പ്രൈസസ് ടു ഫാർമേഴ്സ്. കണ്ട, ഇത് ഫാർമേഴ്സിന് വേണ്ടി മാത്രമാണ്. ഇത് ഫാർമേഴ്സിന് വേണ്ടി. ഇനി ഹർത്താൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരള യൂണിവേഴ്സിറ്റി നടത്താൻ തീരുമാനിച്ചിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. ടാർഗറ്റഡ് ഓഡിയൻസിനാണ്. ക്രിട്ടിക്കൽ ഫ്ലോ മോഡലാണ്. ക്ലിയർ ആണ്? ഇതൊക്കെയാണ് ക്രിട്ടിക്കൽ ഫ്ലോ മോഡലിൽ വരുന്നത്. അടുത്തത് കമ്പാരിറ്റീവ് അനാലിസിസ്. ആ പേര് തന്നെ ഉണ്ട്, കമ്പാരിറ്റീവ് അനാലിസിസ് മോഡൽ. കമ്പാരിറ്റീവ് അനാലിസിസ് മോഡൽ ഈസ് ആൻ ഇമ്പോർട്ടന്റ് മോഡൽ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയുള്ളതാണ്. എംപവറിംഗ് people by matching cases of bad governance with those good governance. അതായത് ഗുഡ് ഗവേണൻസും ബാഡ് ഗവേണൻസിനും വേണ്ടി ഒരു കമ്പാരിസന് വേണ്ടിയാണ് ഈ ഗവേണൻസ് ഉപയോഗിക്കുന്നതെങ്കിൽ. എക്സാമ്പിൾ: ബെഞ്ച്മാർക്ക് പാരാമീറ്റേഴ്സ് ആർ ക്രിയേറ്റഡ് ലൈക്ക് IMR, ഇൻഫാന്റ് മോർട്ടിലിറ്റി റേറ്റ്, ലൈഫ് എക്സ്പെക്ടൻസി എക്സെട്ര. അതായത് ശിശു മരണ നിരക്ക്, ആയുർദൈർഘ്യം എന്നിവ സെറ്റ് ചെയ്തിട്ട് പഴയതും പുതിയതും തമ്മിൽ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. അപ്പൊ അതിലൂടെ നമുക്ക് പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം, ഇപ്പൊ നമ്മൾ മികച്ച രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, പഴയതിനേക്കാളും ശിശു മരണ നിരക്ക് കുറഞ്ഞോ എന്ന് നമുക്ക് അറിയാൻ കഴിയും. അതിനുവേണ്ടിയാണ്. ദെൻ റീജിയണൽ പാരാമീറ്റേഴ്സ് അറ്റ് ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ ലെവൽസ് ആർ മെഷേർഡ് ആൻഡ് കമ്പയർഡ് വിത്ത് ദ ബെഞ്ച്മാർക്ക് പാരാമീറ്റേഴ്സ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ദേശീയ തലത്തിലെ തൊഴിലില്ലായ്മ എത്ര, സംസ്ഥാന തലത്തിലെ കേരളത്തിലെ തൊഴിലില്ലായ്മ എത്ര, ദേശീയ തലത്തിലുള്ള ശിശു മരണ നിരക്ക് എത്ര, സംസ്ഥാന തലത്തിലുള്ള ശിശു മരണ നിരക്ക് എത്ര, കേരളത്തിലെ മൊത്തം ശിശു മരണ നിരക്ക് എത്ര, തിരുവനന്തപുരത്തെ ജില്ലയിലെ ശിശുമരണ നിരക്ക് എത്ര. അങ്ങനെ പരസ്പരം ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കമ്പാരിറ്റീവ് അനാലിസിസ് മോഡൽ. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് ഈ കമ്പാരിറ്റീവ് അനാലിസിസ് മോഡൽ കൂടുതലും ഉപയോഗപ്പെടുത്തുന്നത്. നെക്സ്റ്റ്, ഈ അഡ്വക്കസി മോഡൽ. ഈ അഡ്വക്കസി എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് എന്നറിയാം, ദ അഡ്വൈസ് എന്ന് ഓർക്കുക. ഈ അഡ്വക്കസി place the opinion of eminent person or opinion of the public collected through surveys on a online forum. Try to change public opinion on certain laws or policy stances. അതായത് ഒരു നിയമം കൊണ്ടുവരിക, ഒരു പദ്ധതി നടപ്പിലാക്കുകയോ ചെയ്തിട്ട് പബ്ലിക്കിന്റെ ഒപ്പീനിയൻ സ്വരൂപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനെയാണ് ഈ അഡ്വക്കസി മോഡൽ എന്ന് പറയുന്നത്. ഈ അഡ്വക്കസി മോഡൽ അത് പബ്ലിക്കിന്റെ ആവാം അല്ലെങ്കിൽ എക്സ്പേർട്ടിന്റെ ആവാം. വളരെ സിമ്പിൾ ആണ്. അഭിപ്രായ സ്വരൂപണത്തിന് വേണ്ടിയാണ്. 5, ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ. വളരെ സിമ്പിൾ ആണ്. ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ, ഇറ്റ് ഈസ് എ 2-way ചാനൽ ദാറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് പബ്ലിക് സർവീസ് ഓൺലൈൻ.
അതായത് ഗവൺമെന്റിന്റെ സേവനങ്ങൾ, ഒരു സൈഡിൽ ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നു. അങ്ങനെയാണ് ICT ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ എന്ന് പറയുന്നത്. ഈ പേയ്മെന്റ് ഓഫ് ടാക്സസ്, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നു, അതെല്ലാം ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 5 മോഡലും പഠിക്കാം. ശ്രദ്ധിച്ചോ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ അഡ്രസ്സും ഫോൺ നമ്പറും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അവൈലബിൾ ആക്കിക്കൊണ്ട് ഓൺലൈനിൽ അത് ലഭ്യമാക്കിയാൽ ആ മോഡലിന്റെ പേര് ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ. എല്ലാവർക്കും വേണ്ടിയാണ്. ശരി, നാളെ ഇന്ന പാർട്ടി ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കേരള യൂണിവേഴ്സിറ്റി നടത്താൻ തീരുമാനിച്ചിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. ഇങ്ങനൊരു അറിയിപ്പ് വരുന്നു. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, കേരള യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികളെ മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുള്ളൂ ഈ അറിയിപ്പിൽ. അത് ടാർഗറ്റഡ് പീപ്പിളിന് വേണ്ടിയാണ്. അതിന്റെ പേര് ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ. പഠിച്ചേ. അടുത്തത്, പഴയ ശിശുമരണ നിരക്കും പുതിയ ശിശുമരണ നിരക്കും, ആഗോളതലത്തിലുള്ള തൊഴിലില്ലായ്മയും കേരളത്തിലെ തൊഴിലില്ലായ്മയും കമ്പയർ ചെയ്യാൻ വേണ്ടി ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ട് ICT ഉപയോഗപ്പെടുത്തിയാൽ അതിന്റെ പേര് കമ്പാരിറ്റീവ് അനാലിസിസ് മോഡൽ. പിന്നെ ഒരു പദ്ധതി കേരള സർക്കാർ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടി ഒരു ഓൺലൈനിലൂടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ സ്വരൂപിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ പേര് അഡ്വക്കസി മോഡൽ. ഏറ്റവും അവസാനം ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ. എന്താണ് ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ എന്ന് പറഞ്ഞാൽ, ജനങ്ങൾക്ക് സേവനം ചെയ്യാനാണ് നമ്മൾ ഗവേണൻസ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അതിന്റെ പേര് ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ എന്നാണ്. ഇത്രയുമാണ് ഗവേണൻസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് ഗവേണൻസിന്റെ ഉപയോഗങ്ങൾ, ഗവേണൻസിന്റെ വെല്ലുവിളി, ഗവേണൻസുമായി ബന്ധപ്പെട്ട ഗവേണൻസിന്റെ മോഡൽസ് പഠിപ്പിച്ചത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.